ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമുഖം. ഓർമ്മകൾ ഒരു ദിശയിലേക്കും മറവി എതിർദിശയിലേക്കും വടംവലിക്കൊരുക്കം തുടങ്ങിയിരിക്കുന്നു. പിന്നിട്ട കനൽപഥങ്ങളും കാലം മായ്ച്ച കാൽപ്പാടുകളും ചില അടയാളപ്പെടുത്തലുകൾ ബാക്കിയാക്കുന്നു. തിരികെ നടക്കാറായെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇടക്കാരോ മന്ത്രിക്കും പോലെ. മനുഷ്യഹൃത്തിൽ നന്മയുടെ ചെറുവിത്ത് വിതയ്ക്കാൻ ഈ അക്ഷരങ്ങൾക്കായെങ്കിൽ, കൊഴിഞ്ഞു വീണ ഇതളുകളിൽ വിടർന്നിരിക്കുന്ന പൂക്കളിൽ ചിലത് വരും തലമുറയ്ക്കു കൂടി പരിമളം പരത്തുമെങ്കിൽ, സർവസ്തുതികൾക്കും അർഹനായ നാഥ, ജഗന്നിയന്താവേ, നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. മച്ചിങ്ങലകത്ത് ബഷീർ ബിസ്മി. 1. ചിതലരിക്കാത്ത ഓർമ്മകൾ. കിടക്കാനുള്ള പായ, തലയണ, പാത്രങ്ങൾ, ഇരിക്കാനുള്ള പലക, ധരിക്കാനുള്ള പഴയ വസ്ത്രങ്ങൾ തുടങ്ങിയവ നിറച്ച ഒരു വലിയ കൊട്ട തലയിലേറ്റി ഒരു ചുമട്ടുകാരൻ മുമ്പിൽ നടന്നു. എൻ്റെ ഉപ്പയുടെ കൈപിടിച്ച് 6.5 വയസ്സുകാരനായ ഞാനും ഉമ്മയുടെ തോളിലിരുന്ന് 2.5 വയസ്സുകാരനായ അനുജൻ റഹീമും കൂടി ഒരു പലായനം. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് മൺകട്ടയും ഓലയും കവുങ്ങും മുളയും മറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്വപ്ന വീടായിരുന്നു ലക്ഷ്യം. ചില പ്രതികൂല സാഹചര്യങ്ങൾ കാരണം വീടിൻ്റെ പണി പൂർത്തിയാവാതിരുന്നതിനാൽ 2-3 ദിവസം ഞങ്ങൾ കഴിഞ്ഞുകൂടിയത് അവിടുത്തെ അയൽവാസി അസൈൻകയുടെ വീടിൻ്റെ അടുക്കളയിലായിരുന്നു. അങ്ങനെ 1970 ഞങ്ങൾക്കും സ്വന്തമായൊരു വീടായി. അൽഹംദുലില്ലാഹ്. ആധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. വിശുദ്ധ ഖുർആൻ, അധ്യായം 67, 1-2.